പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ, പുളിമിഠായി. ഈ ഒരു പുളിമിഠായി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വേഗം തന്നെ ഉണ്ടാക്കിക്കോളൂ. ഒരു കയ്യിൽ നിറയെ പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ പിഴിഞ്ഞ വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 അച്ച് വലിയ അച്ച് ശർക്കര കേട്ടോ, അത് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 3 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചെറിയ തീയിലിട്ട് കൊടുത്ത്, ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ച് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതുപോലെ വറ്റിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്, എന്നാലേ കറക്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് വറ്റി വന്നതിന് ശേഷം ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് പോരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യാമെന്നെങ്കിൽ കവറിൽ കെട്ടിയിട്ട് മിഠായി പോലെ ആക്കാം, അല്ലെങ്കിൽ വെറുതെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്പൂണിലാക്കിയിട്ടാട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുപോലെ സ്പൂണിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ കവറിലും ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഒന്നിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക, ഒന്നുകൂടെ സെറ്റായിട്ടൊക്കെ വരിക. നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതല്ലാതെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുകയായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുളിമിഠായി റെഡി ചെയ്യും. അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.